Hello dear students, welcome back. I am Fawaz, Kottakkal University Institute of Physics അധ്യാപകനാണ്. ഈ ഓഗസ്റ്റ് 27 നടക്കുന്ന യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പ്യാഡ് 7th, 8th, 9th, 10th ക്ലാസ്സിലെ സ്റ്റുഡൻസിന് 1 ലക്ഷം രൂപയോളം സ്കോളർഷിപ്പ് വരുന്ന എക്സാം, അതിലേക്കുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആൻഡ് മെറ്റൽ എബിലിറ്റി 5 സബ്ജക്റ്റുകളിലായിട്ട് 10 വീതം ചോദ്യങ്ങൾ, 50 ക്വസ്റ്റ്യൻ, 1 അവറിൻ്റെ എക്സാമാണ്. +4 -1. ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക്, ഒരു റോങ് ആൻസർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കുള്ള എക്സാമാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സോ അതിലൊക്കെയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ് നമ്മൾ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A parachutist with a total weight of 75 kg drops vertically onto a sandy ground with a speed of 2 meters per second and comes to a halt over a distance of 0.25 meter. The average force from the ground on her is close to. ഒന്നുകൂടെ, പാരഷൂട്ടിൽ താഴേക്ക് വരികയാണ്. അയാളുടെ വെയിറ്റ് 75 കിലോഗ്രാം, ഡ്രോപ്സ് വേർട്ടിക്കലി നേരെ കുത്തനെ താഴേക്ക് വന്നു. ഓൺ ടു എ സാൻഡി, മണലുള്ള അങ്ങനെയുള്ള ഒരു ഗ്രൗണ്ടിലേക്ക്, അങ്ങനെയുള്ള നിലത്തേക്കാണ് വന്ന് വീണത്. എത്ര സ്പീഡിൽ? വിത്ത് എ സ്പീഡ് ഓഫ് 2 meters per second. സോ ഒരു സ്പീഡിൽ വന്ന് അങ്ങ് ഹിറ്റ് ചെയ്ത് ഇപ്പോൾ അയാൾ മണലിലേക്ക് അങ്ങ് താഴ്ന്നു പോയി. കംസ് ടു എ ഹോൾട്ട് ഓവർ എ ഡിസ്റ്റൻസ് ഓഫ് 0.25 meter. ചെറിയൊരു ഡിസ്റ്റൻസ് താഴേക്ക് പോയി. ദ ആവറേജ് ഫോഴ്സ് ഫ്രം ദ ഗ്രൗണ്ട് ഓൺ ഹർ ഈസ് ക്ലോസ് ടു. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി ഫോഴ്സാണ്. സോ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം? ആളുടെ മാസ് ഉണ്ട്, വെയിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റിൽ ഇറ്റ്സ് 75 കിലോഗ്രാം, ഇറ്റ്സ് മാസ്. നൗ വി നീഡ് ദ ആക്സിലറേഷൻ. ആ ആൾ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ സ്പീഡ് എത്രയാണ്? 2 meters per second ആൻഡ് കംസ് ടു എ ഹോൾട്ട് എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റി 2 meters per second, ഫൈനൽ വെലോസിറ്റി 0. ഓക്കെ, ആൻഡ് ഡിസ്റ്റൻസ് 0.25 meter. ഓക്കെ, സോ ആ ആളുടെ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ, വി ഹാവ് ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ആക്സിലറേഷൻ. എന്ത് ചെയ്താൽ മതി? ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ? v² = d² + 2as എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഫൈനൽ വെലോസിറ്റി 0 = ഇനീഷ്യൽ വെലോസിറ്റി 2² + 2 × ആക്സിലറേഷൻ × ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0.25. സോ -4, ഈ കാണുന്ന 2² 4 ഞാൻ ലെഫ്റ്റിലേക്ക് എടുത്തു. ദിസ് ഈസ് 0.5 a. 2 × 0.25 is 0.5. So a is equal to -4 divided by 0.5, which is -8 meters per second square. -8 meters per second square. ഇതാണ് അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ആക്സിലറേഷൻ. ഇനി നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ദ ആവറേജ് ഫോഴ്സ് ഫ്രം ദ ഗ്രൗണ്ട് ഓൺ ഹർ ഈസ്. സോ അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ആളിതാ ഇങ്ങനെ വന്ന് ലാൻഡ് ചെയ്യുന്നു ഗ്രൗണ്ടിലേക്ക്. സോ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, ഒന്ന് ആളുടെ വെയിറ്റ് താഴേക്ക് ഉണ്ടാവും, മറ്റൊന്ന് ഈ ഗ്രൗണ്ട് മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇപ്പോൾ കിട്ടിയ ഈ ആക്സിലറേഷൻ -8 കിട്ടാനുള്ള കാരണം, നമ്മൾ ഈ കാണുന്ന ഇനീഷ്യൽ വെലോസിറ്റി സ്വാഭാവികമായിട്ടും ഡൗൺവേർഡ് അല്ലേ, അയാൾ വന്ന് വീഴുകയല്ലേ ചെയ്യുന്നത്. സോ ഈ താഴേക്കുള്ളതാണ് പോസിറ്റീവും മുകളിലേക്കുള്ള നെഗറ്റീവായിട്ടാണ് എടുത്തുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമുക്ക് ആക്സിലറേഷൻ -2 എന്ന് കിട്ടിയത്. സോ ഈ കാണുന്ന ആൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് മൊത്തത്തിൽ കിട്ടുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് -2 ആണ്. സോ ഐ വിൽ ഡ്രോ അനദർ ഫിഗർ. സോ ശ്രദ്ധിക്കുക, ഇത് ഗ്രൗണ്ട്. ഓക്കെ, ആൾ വന്ന് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് അയാൾക്കുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് 0.25 meter. ഓക്കെ, പിന്നെ അയാൾ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴുള്ള ഇനീഷ്യൽ വെലോസിറ്റി u is equal to 2 meters per second. ആ 2 meters per second നമ്മൾ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0.25 പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്തത്. ദാറ്റ് മീൻസ് നമുക്ക് താഴേക്കുള്ളത് നമ്മൾ പോസിറ്റീവും മുകളിലേക്കുള്ളത് നെഗറ്റീവായിട്ട് എടുക്കുന്നു. ഫൈനലി അയാളുടെ വെലോസിറ്റി 0. നൗ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഇയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് മുകളിലേക്കാണ്. അത് -8 meters per second square എന്ന് കിട്ടി. നമ്മൾ ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, നൗ ആക്സിലറേഷനിൽ നിന്ന് എന്താണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഒബ്ജക്റ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ നെറ്റ് ഫോഴ്സ് ബൈ മാസ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് -8 is equal to, ഇനിയാണ് നിങ്ങൾ നോക്കേണ്ടത് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒന്ന് ഇയാളുടെ വെയിറ്റ് ഉണ്ടാകും, ദാറ്റ് ഈസ് mg. മറ്റൊന്ന് ഗ്രൗണ്ട് മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ടാവും. സോ
നമ്മൾ താഴേക്കുള്ള എം ജി ആണ് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് എം ജി മൈനസ് എഫ് ഡിവൈഡഡ് ബൈ മാസ് എം. ഓക്കെ, സോ -8 ഈസ് ഈക്വൽ ടു എം ജി മൈനസ് എഫ്. എഫ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് കൊടുക്കുന്നത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദ ആവറേജ് ഫോഴ്സ് ഫ്രം ദ ഗ്രൗണ്ട് എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ അയാളുടെ വെയിറ്റ് വരില്ല. ഓക്കെ, ഡിവൈഡഡ് ബൈ എം. സോ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ആളുടെ വെയിറ്റ് എത്രയാണ്? 75 കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. ആളുടെ വെയിറ്റ് 75 കിലോഗ്രാം ആണ്. സോ ദിസ് ഈസ് -8 ഇൻറ്റു എം ഈസ് ഈക്വൽ ടു എം ജി മൈനസ് എഫ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എഫ് ആണ്. എഫ് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. എഫ് ഈസ് ഈക്വൽ ടു എം ജി, ഈ -8m എന്നുള്ളത് +8m ആയിട്ട് മാറും. സോ 75 ഇൻറ്റു ഗ്രാവിറ്റി 10 പ്ലസ് 8 ഇൻറ്റു മാസ് 75. സോ F is equal to 750 plus 8 into 75 is 600. 750 plus 600 is 1350 Newton. ഓക്കെ, സോ അവിടെ മൊത്തത്തിൽ ഗ്രൗണ്ട് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് 1350 ന്യൂട്ടൺ ആണ്. സോ വൺസ് അഗെയിൻ അത്ര ഈസി അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോസ് ഓഫ് മോഷൻ ആണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്ത് കിട്ടുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഓപ്ഷൻസിൽ ഒരുപാട് നോക്കാനൊന്നുണ്ടാവില്ല, കാരണം നമുക്കൊരു ആൻസർ സോൾവ് ചെയ്ത് കിട്ടി. സോ കിട്ടിയ ആൻസർ അത് ഏതാണെന്ന് നോക്കുക, ആൻസർ ചെയ്യുക, അല്ലാതെ എല്ലാ ഓപ്ഷനും വായിച്ച് നോക്കേണ്ട ആവശ്യമില്ല. സോ 1350 ന്യൂട്ടൺ ആണ് അവിടെ ഗ്രൗണ്ട് എക്സേർട്ട് ചെയ്യുന്ന ആവറേജ് ഫോഴ്സ് ഫ്രം ദ ഗ്രൗണ്ട് ഓൺ ഹെയർ. അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റിസൾട്ടുകൾ, ഒന്ന് നമ്മൾ v² = u² + 2as എന്ന് പറയുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻ. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത് ആക്സിലറേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. അവിടെ നിന്ന് നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അത് എപ്പോഴും മനസ്സിലാക്കുക, ദാറ്റ് ഈസ് ദ നെറ്റ് ഫോഴ്സ്. ഓക്കെ, സോ ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും ഒരു പ്രോബ്ലം തന്നെയാണ്, സ്റ്റേറ്റ്മെൻ്റ് അല്ല. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ 980 meter high into a pond of water at the base of the tower. The splash is heard after. ആൻസേഴ്സ് എല്ലാം ടൈമുകളാണ്. എന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു ടവറിൻ്റെ മുകളിൽ നിന്ന് ഒരു കല്ലെടുത്ത് താഴെ ഇട്ടു, താഴെ വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂളാണ് അല്ലെങ്കിൽ കുളമാണെന്ന് ഇരിക്കട്ടെ, അവിടെ വന്ന് വീഴുമ്പോൾ വെള്ളത്തിൽ സൗണ്ട് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ കിണറ്റിലേക്കൊക്കെ കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒച്ച പുറത്തേക്ക് നമ്മൾ കേൾക്കും. സൗണ്ട് ട്രാവൽ ചെയ്യുന്നതിന് ഒരു വെലോസിറ്റി ഉണ്ട്. സോ ഇറ്റ് ടേക്ക് സം ടൈം. നമുക്ക് എക്കോ ഒക്കെ അറിയാം. നമുക്ക് ഒരുപാട് ദൂരെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ സംസാരിക്കുന്ന അങ്ങോട്ട് എത്താൻ ചെറിയൊരു ടൈം ഡിലേ ഉള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ സൗണ്ടിൻ്റെ സ്പീഡൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ g 9.8 m/s² എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യം കല്ല് ഡ്രോപ്പ് ചെയ്തു. 980 മീറ്റർ നിന്ന് ഡ്രോപ്പ് ചെയ്ത കല്ല് താഴെ എത്താനെടുക്കുന്ന സമയം. സോ ഫ്രീ ഫാളാണ്. ഓക്കെ, സോ ഫ്രീ ഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റിൽ നിന്ന് 980 മീറ്റർ ഹൈറ്റിൽ നിന്ന് നമ്മളൊരു കല്ല് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി വെലോസിറ്റി ഒന്നുമില്ല. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ക്വസ്റ്റ്യനിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 10 അല്ല എടുക്കേണ്ടത്, എത്രയാണ്? 9.8 ആണ് എടുക്കേണ്ടത്. ഫൈൻ, നമുക്കത് ഫോളോ ചെയ്യാം. സോ ജി 9.8 m/s². ഓക്കെ, അതിങ്ങ് താഴെ എത്തിയതാ. ഇതിൻ്റെ താഴെ ഒരു കുളം ഉണ്ടെന്ന് വിചാരിക്കും. ആ കുളത്തിൽ വന്ന് വീണു. കുളത്തിൽ വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് മുകളിലേക്ക് പോകുന്നത് കല്ലല്ല, സൗണ്ടാണ്. ഏതായാലും താഴെ എത്താനെടുക്കുന്ന സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, താഴെ എത്താനെടുക്കുന്നത്, അപ്പോൾ തുടങ്ങുമ്പോൾ ടൈം 0, അവസാനിക്കുമ്പോൾ എന്ന് വെച്ചാൽ വന്ന് വീഴുമ്പോഴുള്ള ടൈം കണ്ടുപിടിക്കാൻ വി ഹാവ് ഇനീഷ്യൽ വെലോസിറ്റി 0, ആക്സിലറേഷൻ g ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് 980. സോ താഴേക്കുള്ളത് പോസിറ്റീവും മുകളിലേക്കുള്ളത് നെഗറ്റീവായിട്ട് നമ്മൾ എടുത്താൽ s = ut + ½ at² എന്ന ഇക്വേഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് 980, ഇനീഷ്യൽ വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് ut 0 + ½ ഇൻറ്റു ആക്സിലറേഷൻ 9.8 ഇൻറ്റു ടൈം സ്ക്വയർ. ഓക്കെ, സോ 980 ഈസ് 9.8/2 ഇൻറ്റു t². ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ്? ഈ കാണുന്ന 9.8 980 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി 100. ഓക്കെ, 9.8 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 98, 9.8 ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 980. സോ 980, അപ്പോൾ t² എന്താണെന്ന് കിട്ടും നമുക്ക്? t² = ആ 2 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 200 ഈസ് t². സോ t = 10√2. ഓക്കെ, അതൊക്കെ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ? സോ t = √200. This is √100 into 2, 100 into √10 into √2. സോ ഇതാണ് താഴെ എത്താനെടുക്കുന്ന സമയം. നോക്കണേ, 10√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2ൻ്റെ വാല്യൂ എത്രയാണ്? √2 എന്ന് പറഞ്ഞാൽ 1.41 അല്ലേ?
സോ ദിസ് ഈസ് ആക്ച്വലി 14.1 സെക്കൻഡ്. ഈ കല്ല് താഴെ എത്താൻ അത്രയും സമയമെടുക്കും. ഓക്കെ, കല്ല് താഴെ എത്താൻ അത്രയും സമയമെടുക്കും, എന്നിട്ടല്ലേ ഈ സൗണ്ട് മുകളിലേക്ക് എത്തുക. സോ താഴെ എത്താൻ എടുക്കുന്ന സമയം 14.1 ആണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ ആൻസർ 10 അല്ല, 11.4 അല്ല, ഇതിൽ രണ്ടിൽ ഒന്നാണ്. ഓക്കെ, നൗ ഇനി നമ്മൾ ഈ കാണുന്ന സൗണ്ട് തിരിച്ച് മുകളിലേക്ക് പോകാൻ എത്ര സമയം എടുക്കും നോക്കാം. ഓക്കെ, ഈ കാണുന്ന സൗണ്ട് മുകളിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. നൗ ആ കാണുന്ന സൗണ്ടിൻ്റെ സ്പീഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, 350 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ഇതെത്ര മുകളിലേക്ക് എത്തണം? സോ ടൈം ടേക്കൺ ഫോർ സൗണ്ട് എന്ന് പറയുമ്പോൾ അത് ടോട്ടൽ 980 ആണ്, ഡിവൈഡഡ് ബൈ 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ സ്പീഡ്. സോ അതെടുക്കുന്ന സമയം എന്ന് പറയുമ്പോൾ 98/35 എന്ന് പറഞ്ഞാൽ 270 ആയി. പിന്നുള്ളത് ഒരു 28 ആണ്. 28ൽ 2.8. ഓക്കെ, സോ 2.8 സെക്കൻഡ്സ് ആണ് എക്സാക്റ്റ് എടുക്കുക. സോ താഴേക്ക് എത്താൻ 14.1, പിന്നെ മുകളിലേക്ക് എത്താൻ 2.8 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ കറക്റ്റ് ആൻസർ എന്ത് വരും? ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ 14.1 + 2.8 വിച്ച് ഈസ് 16.9 സെക്കൻഡ്സ്. എത്ര? 16.9 സെക്കൻഡ്സ്. ഓപ്ഷൻസിലേക്ക് വന്നാൽ നിങ്ങൾക്കത് കാണാം, 16.9 സെക്കൻഡ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള സൗണ്ടിൻ്റെ വെലോസിറ്റിയും എയറിൽ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും കൂടാതെ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എത്താനെടുക്കുന്ന സമയം, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. എന്ന് വെച്ചാൽ ഇത് ഫ്രീ ഫാള്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷൻ, ഇക്വേഷൻസ് ഓഫ് മോഷനുമായി ബന്ധപ്പെടുത്തിയതാണോ? അതെ, അതിന് ബന്ധമുണ്ട്. കൂടാതെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ളതാണോ? അതിനും ബന്ധമുണ്ട്. സോ ഇങ്ങനെയുള്ള മൾട്ടി കൺസെപ്റ്റ്, ഡിഫറെൻറ്റ് കൺസെപ്റ്റുകൾ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇതുപോലുള്ള ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമുകളിൽ പ്രതീക്ഷിക്കാം. സോ വൺസ് അഗെയിൻ, ലെങ്തി ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലെങ്തി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് റിലേറ്റീവ്ലി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. സോ കെയർഫുള്ളായിട്ട് എല്ലാ കൺസെപ്റ്റുകളും നിങ്ങൾക്ക് അറിയാവുന്ന ഏത് മേഖലയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.